ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിച്ച SKN40 കേരള യാത്രയ്ക്ക് കോഴിക്കോട് പ്രൗഢഗംഭീര സമാപനം. ജനലക്ഷങ്ങളാണ് കോഴിക്കോട് കടപ്പുറത്തേക്ക് ലഹരിക്കെതിരായ പോരാട്ടത്തിനായി ഒഴുകിയെത്തിയത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിനെത്തി. കഴിഞ്ഞ ഒരു മാസക്കാലമായി കേരളത്തിൽ എല്ലായിടത്തുമെത്തി SKN40 കേരള യാത്ര. സമാപനം യാത്രയ്ക്ക് മാത്രം. ലഹരിക്കെതിരെ പോരാട്ടം തുടരുമെന്ന ഉറച്ച പ്രതിജ്ഞയെടുക്കുകയായിരുന്നു ഒരു നാട് മുഴുവൻ കോഴിക്കോട് കടപ്പുറത്ത്. ലഹരിക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുകയെന്ന ദൃഢപ്രതിജ്ഞയാണ് കേരള യാത്രയുടെ സമാപനത്തിലെടുത്തത്. NSS വോളണ്ടിയർമാരെത്തിച്ച ദീപശിഖ ഏറ്റുവാങ്ങി SKN. ശേഷം വേദിക്കരികിൽ ദീപശിഖ തെളിയിച്ചു. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും നമ്മുടെ കുട്ടികളെ പോലും ഇരയാക്കുന്നു. ലഹരിക്കെതിരായ നൃത്തരൂപത്തോടെ സമാപന ചടങ്ങുകൾക്ക് ഔദ്യോഗിക തുടക്കം. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ലഹരി ഉപയോഗത്തിൽ പുതിയ തലമുറയെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതി ശരിയല്ല. ലഹരിക്കെതിരായ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയുണ്ടാകുമെന്നും PA മുഹമ്മദ് റിയാസ്. സാധ്യമാകുന്ന എല്ലാവരെയും കൈകോർത്തുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ ശക്തിപ്പെടുത്താം. അതിന് തീർത്തും മാതൃകയാണ് SKNന്റെ നേതൃത്വത്തിലുള്ള 24 ടീമിന്റെ ഈ പ്രവർത്തനം. അതിന് സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും. മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ കാര്യത്തിൽ കേരളം മുന്നിലെന്നും ഉറവിടം കണ്ടെത്തി നശിപ്പിക്കണമെന്നും MK രാഘവൻ MP. നമുക്ക് പോലീസുണ്ട്, എക്സൈസ് ഉണ്ട്, ഷേഡോ പോലീസുണ്ട്, സന്നദ്ധ സംഘടനകളെല്ലാം ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല, അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം ഇന്നും അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. കേരളത്തിന്റെ ഹൃദയത്തിലൂടെ നടത്തിയ യാത്രയിൽ കണ്ട കാഴ്ചകളെല്ലാം മനസ്സിനെ നോവിക്കുന്നതും പൊള്ളിക്കുന്നതുമായിരുന്നുവെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. ഏറ്റവും അവസാനത്തെ രാസലഹരിക്കാരനും കേരളം വിട്ടുപോകുന്നതുവരെ പോരാടണമെന്നും SKN. ഏറ്റവും അവസാനത്തെ നരാധമനായ രാസലഹരി വിൽപ്പനക്കാരനും ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് സ്ഥലം വിട്ടു പോകണം. ഈ കേരളത്തിൻ്റെ മണ്ണിലേക്ക് വേരിറക്കാൻ ഒരു വൃത്തികെട്ട ശക്തിയെ നമ്മൾ അനുവദിക്കില്ല എന്ന് തമസോമ ജ്യോതിർഗമയ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ വെളിച്ചം പായിച്ചു കൊടുക്കണം. ഇതൊരു സൂചനയാണ്. 24 ചെയർമാൻ ആലിംഗൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. വലിയ ജോലിയാണ് ശ്രീകണ്ഠൻ നായർ ഏറ്റെടുത്തത്. നമ്മൾ എല്ലാവർക്കും അറിയുന്ന പോലെ മയക്കുമരുന്നിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ വലിയ നമ്മൾക്കാർക്കും തൊടാൻ പറ്റാത്ത അത്രയും വലിയ ലെവലുള്ള ആളുകളാണ്. അവരുമായിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. അതിനെ നേരിടുന്നതിൽ ശ്രീകണ്ഠൻ നായരുടെ കൂടെ ഞങ്ങളും ഞങ്ങളുടെ സംഘവും എന്നും കൂടെ ഉണ്ടാവും. SKN കാലഘട്ടത്തിന്റെ പ്രവാചകനെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. SKN ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയ പ്രവാചകനാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാലത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കി അതിനോട് പ്രതികരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മനസാക്ഷിയെ ഉണർത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് നമ്മുടെ ശ്രീകണ്ഠൻ നായർ. യാത്രയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ശാന്തിഗിരി ആശ്രമം ഡയറക്ടർ ഗുരുരത്നം ജ്ഞാനതപസ്വി. ദൈവത്തിൻ്റെ പരമമായ കാരുണ്യ കൃപാ കടാക്ഷത്താൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നന്മയുള്ളതായി തീരട്ടെ. ഇനിയും SKN ഒരുപാട് ദൂരം മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. ലേക്ക് ഷോർ CEO ജയേഷ് V നായർ, സൈലം ഡയറക്ടർ ലിജീഷ് കുമാർ,
മൈജി ചെയർമാൻ AK ഷാജി, ഫ്ലവേഴ്സ് COO സന്തോഷ് J നായർ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് P രഘുനാഥ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഇത്ര നിസ്സാരമായി നല്ല രീതിയിൽ നമ്മളെല്ലാവരെയും ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. 40 വർഷം മാധ്യമരംഗത്ത് പൂർത്തിയാക്കിയ നമ്മുടെ SK കേരളത്തിൽ നയിക്കുന്ന ലഹരിക്കും അക്രമത്തിനുമെതിരെ SKN40ക്ക് എൻ്റെയും മൈജിയുടെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങളുള്ള കാലത്ത് ഞങ്ങളെ കാണുന്ന മനുഷ്യർ കുറെ കൂടെ സുരക്ഷിതരായി ജീവിക്കേണ്ടതുണ്ട്. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് ശ്രീകണ്ഠൻ സാറും അദ്ദേഹത്തിൻ്റെ ചാനലും ഇത്ര ഉച്ചത്തിൽ സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ വലിയ സന്തോഷം സത്യത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഉണ്ട്. രാസലഹരിക്കെതിരായിട്ടുള്ള ആ മുന്നേറ്റം സംഘടിപ്പിക്കാൻ തയ്യാറായത് ഒരു പ്രതീക്ഷയാണ്, പ്രേരണയാണ്. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ അണിനിരക്കണം എന്നുള്ള അഭ്യർത്ഥന ഞാൻ ഈ അവസരത്തിൽ ഇവിടെ അറിയിക്കുകയാണ്. 24 കണക്റ്റും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾക്ക് നൽകുന്ന കമ്പ്യൂട്ടർ ലാബുകളുടെ പ്രഖ്യാപനം 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് നിർവഹിച്ചു. എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണൻ സ്വാഗതവും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം നന്ദിയും പറഞ്ഞു. ലഹരിക്കെതിരെ തമസോമ ജ്യോതിർഗമയ സന്ദേശത്തിനൊപ്പം മൊബൈൽ ഫോണിൽ വെളിച്ചം തെളിയിച്ച് ജനങ്ങളൊപ്പം ചേർന്നതോടെ ചടങ്ങുകൾക്ക് സമാപനം. കോഴിക്കോട്.